പിന്നെ ഇവിടെ പെട്ടെന്നൊരു സ്നാക്ക് തയ്യാറാക്കാൻ പോവുകയാണ് വൈകിട്ടത്തേക്കുള്ളത്. അതിന് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ള അതേപോലെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ശർക്കരയും തേങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് ഞവടി യോജിപ്പിക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഞവടി യോജിപ്പിക്കുന്ന ഒരു ഇതാണ് നല്ലതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് തന്നെ പല രീതിയിൽ പല ആളുകൾ പല രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൗളിലേക്ക് തേങ്ങയും ശർക്കരയും ഇട്ട് നല്ലതുപോലെ ഞവടി യോജിപ്പിക്കണം. ഇപ്പോൾ ഈ റെസിപ്പി തന്നെ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നല്ല, ചെയ്യാൻ പറ്റും. പല രീതിയിൽ ഈ ഇത് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്ന് ഇടുന്ന 2 കപ്പ് അവിലാണ്. ആദ്യമേ 1 കപ്പ് അവിലെടുത്ത് കുറേശ്ശെ ഇതിനകത്തിട്ട് ഞവടി യോജിപ്പിക്കണം. ഇതിൻ്റെ ശരിയായ കണക്കിന് ശരിയായ അളവിൽ ശരിയായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ അവിലിട്ട് ആണ് ഞവടി എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്നുപോലെ അവിൽ നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. ഒന്നുപോലെ ഈ ശർക്കരയും തേങ്ങയും എല്ലാം ഒന്നുപോലെ കിട്ടുകയും ചെയ്യും. അങ്ങനെ 1 കപ്പ് അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് അവിലൂടെ എടുക്കാം. ഇപ്പോഴടുത്ത 1 കപ്പ് അവിലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കുറേശ്ശെ ആയിട്ടിട്ട് ഞവടി എടുക്കാം. ഇപ്പോൾ നമ്മൾ നനച്ച് വെച്ച അവിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊട്ടുകടലയാണ്. പൊട്ടുകടല ഇതിൻ്റെ പ്രധാന ഒരു ഐറ്റം തന്നെയാണ് ഈ അവൽ നനച്ചതിന്. ശർക്കര പാനി കാച്ചി നമ്മൾ തോനെ ദിവസത്തേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ചെയ്യുന്നതാണ്. ശർക്കര പാനി കാച്ചിയും തേങ്ങ വറുത്തും ഒക്കെ എടുക്കുന്നത്, അവിൽ വറുത്തും ഒക്കെ ശരിയാക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ പൊട്ടുകടല ഇട്ടതിന് ശേഷം ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ എള്ളാണ്. എള്ളും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഇച്ചിരി കപ്പലണ്ടി ചൂടാക്കി അല്ലെങ്കിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർക്കാം. ഇതിനിപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പാത്രത്തിലേക്കും മാറ്റാം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് അപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സാധനമാണ്. തോനെ നാൾ 2-3 ദിവസമൊക്കെ വെച്ചിരുന്ന് ഉപയോഗിക്കുന്നതിന് അല്ല, ഇത് അപ്പോഴത്തേക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ പുറത്ത് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വിതറിയിട്ടുണ്ട്. അപ്പോഴേ അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ കാണാം. നന്ദി.